Good morning. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാത്സ് തുടങ്ങാം. മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടി കാണുകയായിരുന്നു. കിട്ടാത്തവർ ഓൺലൈനായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സമഗ്രാമൻ്റെ പോർട്ടലിൽ ടെക്സ്റ്റ് ബുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ യൂട്യൂബിലായിരിക്കും ക്ലാസ് ഇടാം. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. ആ ലിങ്ക് വെച്ചിട്ട് മാത്രമേ ക്ലാസ്സുകൾ കാണാൻ പറ്റുള്ളൂ, അല്ലാണ്ട് സെർച്ച് ചെയ്ത ക്ലാസ്സുകൾ കാണാൻ പറ്റില്ല. അപ്പോൾ ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വീണ്ടും കാണുകയും ചെയ്യാം. ഓക്കെ, അല്ലാണ്ട് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പബ്ലിക്കായിട്ടെല്ലാം ഇട്ടാണത്, അൺലിസ്റ്റഡ് എന്ന കാറ്റഗറിയിൽ ഇട്ടാണ്. അപ്പോൾ ലിങ്ക് വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളൊക്കെ നേരിട്ട് നമുക്ക് വരുമ്പോൾ കാര്യമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ജൂലൈക്ക് ആകുമ്പോഴേക്കും നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കും. ജൂലൈ ഓർ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇക്വേഷൻസിന് വരുന്നത് ടെസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പം കുറച്ചുകൂടെ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് അഡീഷനും സബ്ട്രാക്ഷനാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കൂട്ടാനും കുറയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കുറച്ച് ലോജിക് വൈസ് കുറച്ച് പ്രോബ്ലം തരും, അത് എങ്ങനെയാണ് അഡീഷൻ സബ്ട്രാക്ഷൻ അതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അപ്പോൾ എക്സസൈസിലേക്ക് നടക്കാം. ജസ്റ്റ് ഫസ്റ്റ് പേജ് നമ്പർ 34 കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ആൻസർ എളുപ്പമാണ്, പക്ഷേ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനാണ് ഇവിടെ കുറച്ച് ഭാരം പിള്ളേർക്ക് നിങ്ങൾക്ക് വരാം. ഓക്കെ, അപ്പോൾ അതായത് ഫസ്റ്റ് വേറെ ഡൗട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാം. വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കിട്ടണമെന്നുണ്ടാവില്ല. കുട്ടിയുള്ളാരും ചെറിയൊരു ഉള്ളാരും അവൾ ഫോൺ വിളിക്കുമ്പോൾ അവൾക്ക് വേണ്ടി വരും. അത് കാരണം ഫോൺ അറ്റൻഡ് ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ മെസ്സേജ് ആയിട്ട് അയച്ച ടൈമേ ഞാൻ നോക്കുമ്പോൾ അതിന് റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ഇപ്പോൾ എനിക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലെവൽ അറിയില്ല, ഒരു ക്ലാസ്സിൽ സ്പീഡ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് പറയാം, ഞാൻ അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇപ്പോൾ തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ പോർഷൻസ് ഭയങ്കര കുറച്ച് കൂടുതൽ പോർഷൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യില്ല, പോർഷൻ തീരാൻ മാത്സൊക്കെ നല്ല അത്യാവശ്യം തന്നെ ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോൾ തുടങ്ങാനുണ്ട്. അതുകൊണ്ട് പോർഷനൊക്കെ നല്ല റിവിഷൻ അധികം സമയം കിട്ടില്ല. പോർഷനൊക്കെ തീർത്ത് നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയമൊക്കെ നല്ല കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ തുടങ്ങി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കില്ല, ലോക്ക്ഡൗണൊക്കെയാണ്, എന്തായാലും എങ്ങും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ പയ്യെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് പ്രോബ്ലം കേട്ടോ. 6 more marks and I would have got full 100 marks in the maths test. Rajan was sad. How much mark did he actually get? എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് മനസ്സിലായല്ലോ. 6 more marks കിട്ടിയെന്നെങ്കിൽ ഇഫ് ഐ കുഡ് ഹാവ് ഗോട്ട് 6 more marks I will get എന്താണ് 100 marks in the maths test എന്നാണ് ചോദ്യം. എന്താണ്, എനിക്ക് 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ മാത്സ് ടെസ്റ്റിന് 100ൽ 100 മേടിക്കാമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രാജനാണത് പറയുന്നത്, സങ്കടപ്പെട്ട് പറയാണ്. അപ്പോൾ രാജൻ്റെ ഇപ്പോഴത്തെ മാർക്ക് എത്രയാണെന്ന് ചോദ്യം. അപ്പോൾ എത്രയാണ് ടെസ്റ്റ് എത്രയിലാണെന്ന് മനസ്സിലായാലോ. എത്ര ടെസ്റ്റ് പേപ്പർ നടന്നിട്ടുള്ളത്? 100ലാണ് ടെസ്റ്റ് പേപ്പർ നടന്നിട്ടുള്ളത്. അപ്പോൾ രാജന് നഷ്ടപ്പെട്ട മാർക്ക് എത്രയാണ്? 6 മാർക്കാണ് രാജന് നഷ്ടപ്പെട്ടത്. 6 മാർക്ക് കൂടി രാജന് കിട്ടിയിരുന്നെങ്കിൽ 100ൽ 100 മേടിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് മിസ്റ്റേക്ക് ഒക്കെ ആയിട്ട് രാജൻ തെറ്റിപ്പോയതായിരിക്കാം. അപ്പോൾ രാജൻ്റെ ഇപ്പോഴത്തെ മാർക്ക് പക്ഷേ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് ടെസ്റ്റ് എത്രയിലാണെന്ന് മനസ്സിലായി. ടെസ്റ്റ് പേപ്പർ നടന്നിട്ടുള്ളത് 100 മാർക്സിലാണ്. ഓക്കെ, രാജന് നഷ്ടപ്പെട്ടത് അല്ലേ, ഈ ഫുഡ് ഐ ഹാവ് ഗോട്ട് 6 more marks എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാജന് നഷ്ടപ്പെട്ടത് എത്ര മാർക്കാണ്? നഷ്ടമൊക്കെ നമ്മൾ എന്താ ചെയ്യാറ്? മൈനസ് ആണ് ചെയ്യാറ് അല്ലേ. അപ്പോൾ രാജന് നഷ്ടപ്പെട്ട മാർക്ക് എന്ന് പറയുന്നത് 6 മാർക്കാണ്. അപ്പോൾ രാജന്റെ ഇപ്പോഴത്തെ മാർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൊത്തം മാർക്കായിട്ടുള്ള 100ൽ നിന്ന് ഈ 6 മാർക്ക് നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ 100 - 6 എത്രയായിരിക്കും? 100 - 6 എത്രയാണ്? 94. മനസ്സിലാറിയില്ല? 10ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ
4 ഇവിടെ എന്ത് വരും? ഇവിടെ നമ്മൾ 0 വരും. ഇവിടെ എന്ത് വരും? സോറി, ഇവിടെ നമ്മൾ 9 വരും. ഇത് 0. അപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 94 മാർക്ക്. അപ്പൊ രാജന്റെ ഇപ്പോഴത്തെ മാർക്ക് എന്ന് പറയുന്നത് 94 ആണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച ആൻസർ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ വലിയൊരു ആൻസർ അറിയായിരിക്കും, പക്ഷെ ആൻസർ ഇത്രയേ ഉള്ളൂ. രാജന്റെ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? രാജൻ സ്കോർ എന്ന് പറയുന്നത് എന്താണ്? 94 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഒക്കെ വളരെ എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? മദർ ഗേവ് 60 rupees to Lizzy for buying book. ബുക്കൊക്കെ വാങ്ങാനായിട്ട് അമ്മ അവൾക്ക് ഒരു എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? 60 രൂപ കൊടുത്തു. എന്നിപ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് 60 രൂപ തന്ന് കടയിലേക്ക് വിട്ടു, ബുക്ക് മേടിച്ചോളാൻ പറഞ്ഞ് വിട്ടു. ഷീ ഗേവ് ബാക്ക് 13 rupees ലെഫ്റ്റ്. അപ്പോൾ കടയിൽ പോയി ബുക്ക് മേടിച്ച് വന്നിട്ട് അവൾ അമ്മയ്ക്ക് എത്ര രൂപ തിരിച്ചു കൊടുത്തു? 13 രൂപ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ബുക്കിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങളാരും നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് 60 രൂപ തന്നിട്ട് കടയിലേക്ക് വിടാണ് അല്ലേ, എന്തിനു? ബുക്ക് മേടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കടയിൽ പോയി എത്രയോ നമ്പർ ബുക്ക് മേടിച്ചു. ആ ബുക്ക് മേടിച്ച് കഴിഞ്ഞിട്ട് എന്ത് കിട്ടി? കുറച്ച് കാശ് ബാക്കി കിട്ടിയിട്ടുണ്ട്. ആ ബാക്കി കാശ് എത്ര? നിങ്ങൾ 13 രൂപയാണ് നിങ്ങൾക്ക് ബാക്കി കിട്ടിയത്. ഓക്കെ, അത് കറക്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 13 രൂപ ബാക്കി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 13 രൂപ നിങ്ങൾ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ബുക്കിന് വേണ്ടി എത്ര കാശ് ചിലവഴിച്ചിട്ടുണ്ടാവും? അങ്ങനെ കണ്ടുപിടിക്കുക. സിമ്പിൾ ലോജിക് അല്ലേ? മൊത്തം നിങ്ങൾക്ക് എന്താണ്? എനിക്ക് സ്റ്റെപ്പായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്റ്റെപ്പ് ചെയ്താൽ മതി. ഈ കാര്യത്തിൽ തന്നെ എങ്ങനെയാ? രാജൻസ് ടോട്ടൽ സ്കോർ ഇസ് ഈക്വൽ ടു 100. രാജൻ എന്താണ്? രാജൻ ആക്ച്വൽ സ്കോർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? 94 ഒക്കെ എഴുതാം കേട്ടോ. അത് സ്റ്റെപ്പ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എന്നെക്കാളും അഡ്വാൻസ് ആയിട്ടുള്ള പ്രോബ്ലം വരുന്നേ ഉള്ളൂ. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ സ്റ്റെപ്പ് ഈ പ്രോബ്ലം നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് ചെയ്യാം. എന്താണ്? മദർ മണി Lizzy money got from mother. ₹60. ഓക്കെ, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ രൂപ 60 രൂപ. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനില്? ബാക്കി കൊണ്ടുവന്ന പൈസ എത്രയാണ്? ബാക്കി കൊണ്ട എമൗണ്ട് ലെഫ്റ്റ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ ബാക്കി അവൾ കൊണ്ടുവന്ന പൈസ 30 rupees ആണ് അല്ലേ. അപ്പൊ ബുക്കിന് വേണ്ടി ചെലവഴിച്ച പൈസ, മണി ഫോർ ബുക്ക്. അപ്പൊ ബുക്കിന് വേണ്ടി ചെലവഴിച്ച പൈസ എത്രയായിരിക്കും? അവളുടെ കയ്യിൽ മൊത്തം ഉണ്ടായ പൈസ 60 രൂപയാണ്, ബാക്കി കൊടുത്തത് 13 രൂപ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 60 രൂപയിൽ നിന്ന് ഈ 13 രൂപ നമുക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര രൂപ Lizzy കടക്കാരന് കൊടുത്തു എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും? 0 ൽ 3 പോവോ? ഇല്ല. അപ്പൊ 10 3 ഓർക്കാം. 10 - 3 7. അപ്പൊ നമ്മൾ 6 മാറ്റി ഇവിടെ 5 ആക്കാം. 5 - 1 4. അപ്പൊ 47 rupees ആണ് എന്ത് ചെയ്തത്? Lizzy കടക്കാരന് കൊടുത്തത്. ബുക്ക് മേടിക്കാനായിട്ട് കടക്കാരന് കൊടുത്തത് 47 rupees ആണ്. ഓക്കെ, അപ്പൊ കണ്ടോ? ക്വസ്റ്റ്യൻ സിമ്പിൾ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ജസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു മൈനസിന്റെ കാര്യമേ ഉള്ളൂ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Gopalan bought a bunch of bananas. 7 of them were rotten and he threw away. Now there are 46. How many bananas were there in the bunch? എന്താണ്? ബഞ്ച് എന്നാണ് ചോദ്യം. അപ്പോൾ ബഞ്ച് ഓഫ് ബനാനാസ് എന്ന് പറഞ്ഞാൽ ഒരു പടലപ്പഴം. ഗോപാലൻ കടയിൽ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് ഒരു ബഞ്ച് ഓഫ് ബനാനാസ്, ഒരു പടലപ്പഴം വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു പടലിൽ കുറേ പഴം ഉണ്ടാവും അല്ലേ. അപ്പം അതെന്ത് ചെയ്തു? പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഗോപാലൻ കണ്ടു അതിൽ 7 എണ്ണം. ഓക്കെ, 7 ബനാന എന്ത് ചെയ്തു? ചീഞ്ഞിരിക്കുകയായിരുന്നു, തിന്നാൻ പറ്റാത്ത ഭാഗത്തിലായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത് ഗോപാലൻ അത് കാട്ടിക്കളഞ്ഞു. അപ്പം ബാക്കി അത് എണ്ണി നോക്കിയപ്പോൾ 46 പഴമാണ് ആ പടലയിലുള്ളത്. എങ്കിൽ മൊത്തം കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എത്ര പഴം ആ ബഞ്ചിൽ കാണുമായിരുന്നു എന്നാണ് ചോദ്യം. ബഞ്ചിനെ വെച്ചാൽ കുടലിയ
പടലയിൽ ആ പഴത്തിൻ്റെ പടലയിൽ എത്ര പഴം മൊത്തം ഉണ്ടായിരുന്നു, അവൻ ഈ 7 എണ്ണം എറിയണേക്കായി മുമ്പ് എത്ര പഴം ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചോദ്യം വായിച്ചപ്പോൾ തന്നെ ആൻസർ കിട്ടി കാണും അല്ലേ? അത് സ്റ്റെപ്പ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് ചെയ്യാം. എത്ര പഴങ്ങൾ ചീഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്പർ ഓഫ് റോട്ടൺ ബനാനാസ്. റോട്ടൺ എന്ന് കഴിഞ്ഞാൽ ചീത്ത പഴങ്ങൾ എത്രയായിരുന്നു? ക്വസ്റ്റ്യൻ വായിച്ചേ. ചീത്ത പഴങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് 7 പഴം അല്ലെങ്കിൽ 7 ബനാന ചീത്ത പഴങ്ങളായിരുന്നു. അത് അവൻ കാട്ടിക്കളഞ്ഞു. കാട്ടിക്കളഞ്ഞതിന് ശേഷം എത്ര പഴം ഉണ്ടെന്നാണ് ചോദ്യം. നമ്പർ ഓഫ് ബനാനാസ് ലെഫ്റ്റ്. ബാക്കി ഈ 7 എണ്ണം കളഞ്ഞതിന് ശേഷം ബാക്കി എത്ര ഉണ്ട്? ഓക്കെ, നമ്പർ ഓഫ് ബനാനാസ് ലെഫ്റ്റ് എത്രയാണ്? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 46. 7 പഴം എറിഞ്ഞു കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മാറ്റി കളഞ്ഞതിന് ശേഷം ആ പടലയിലുള്ള പഴങ്ങളുടെ എണ്ണം 46 ആണ്. എങ്കിൽ മൊത്തം ആ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എത്ര പഴം ഉണ്ടെന്നായിരുന്നു ചോദ്യം അല്ലേ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബനാനാസ് എത്രയായിരിക്കും? മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ചെയ്താൽ മതി. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോരെ. കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എത്ര കൊണ്ട് ഉണ്ടായി? 7 ചീഞ്ഞ പഴം കൊണ്ടേ ആ പടലേമ ഉണ്ടായി അല്ലേ? പക്ഷെ അത് ഗോപാലൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അത് കാട്ടിക്കളഞ്ഞു. കാട്ടിക്കളഞ്ഞതിന് ശേഷമാണ് 46 ആയത്. അപ്പൊ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എത്ര പഴം ഉണ്ടെന്ന ചോദ്യം. അപ്പൊ എന്ത് വരും? 46 + 7 13 റിമൈൻഡർ 1 53 ബനാനാസ് മൊത്തം കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ആ പടലേമ ഉണ്ടായിരുന്നു. 7 എണ്ണം ചീഞ്ഞതായതുകൊണ്ട് മാറ്റിക്കളഞ്ഞു. 7 എണ്ണം മാറ്റിക്കളഞ്ഞപ്പോൾ ഉള്ളത് 46. മൊത്തം ഉള്ള പഴങ്ങളുടെ എണ്ണം 53. ഓക്കെ, എളുപ്പമല്ലേ? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരം വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും. ഇനി അടുത്ത് നോക്കിയേ. ഇത് എളുപ്പമായതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ലോജിക്കാണ്. ഓക്കെ, മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിമല സ്പെൻഡ് 163 rupees shopping and now she has 217 rupees. How much money did she have at first? എന്താണ്? വിമല ഒരു കടയിൽ പോയി. പോയിട്ട് 613 രൂപയുടെ സാധനങ്ങൾ വിമല മേടിച്ചു. ഓക്കെ, ബാക്കി അവളുടെ കയ്യിൽ 217 രൂപയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര രൂപ കൈ പിടിച്ചിട്ടാണ് ഇറങ്ങിയതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം എന്ത് ചെയ്താൽ മതി? അപ്പോൾ ചിലർക്ക് ഇങ്ങനെ കിട്ടി കാണും, എന്താണ് കിട്ടി കാണും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമുക്കത് സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ഷോപ്പിങ്ങിന് അവള് ചെലവഴിച്ച രൂപ എത്രയാണ്? 613 രൂപ. സോറി, 613 മാറിപ്പോയതാണ്. 163 rupees. 163 rupees ആണ് വിമല ഷോപ്പ് ചെയ്ത് ഏതൊരു വസ്തു മേടിച്ചപ്പോൾ അതിന് കടക്കാരന് കൊടുത്തത്. 163 rupees കടക്കാരന് കൊടുത്തു. ഓക്കെ, അവളുടെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്നും അത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? എമൗണ്ട് ലെഫ്റ്റ് അല്ലേ? ഷോപ്പിംഗ് കഴിഞ്ഞ് അവൾ നോക്കി കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ 127 rupees, സോറി 217 rupees ബാക്കിയുള്ളൂ അല്ലേ? 217 rupees ആണ്. റുപ്പീസിൽ ഇപ്പോഴത്തെ സിമ്പിൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, 217 rupees ആണ് അവളുടെ ബാക്കിയുള്ളത്. അപ്പൊ ചോദ്യം എന്താണ്? അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ടോട്ടൽ എത്ര പൈസ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ടോട്ടൽ മണി എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എത്ര രൂപ ഉണ്ടായി കാണണം? ഈ 163 ഉണ്ടായി കാണണം. അതിന്റെ കൂടെ ഇപ്പോൾ ഉള്ള 217 ഉണ്ടായി കാണണം അല്ലെ? രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പൈസ കിട്ടിയില്ലേ? 163 + 217 10 0 റിമൈൻഡർ 1 6 7 8 380 rupees കൈ പിടിച്ചുകൊണ്ടാണ് വിമല വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഓക്കെ, ആ 380 rupeesൽ 163 rupees ആർക്ക് കൊടുത്തു? ആ ഷോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. ബാക്കിയുള്ളത് 270 rupees ആണ്. അപ്പൊ കണ്ട, അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 163 + 270 380 rupees. അപ്പൊ വിമല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 380 rupees കൈ പിടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഓക്കെ, അതൊക്കെ മനസ്സിലായി കാണുന്ന ഇത്ര സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് ചെറിയ ക്ലാസ്സിൽ ആഡ് ചെയ്യും പോലെ 2 നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്യാനേ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യണേ ഉള്ളൂ. ഈ പാഠത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് താഴെ പോകുമ്പോൾ പഠിക്കാം കേട്ടോ. ജസ്റ്റ് ഇത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ അവിടെ പറയണമെന്നേ ഉള്ളൂ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 264 added to a number make it 452. What is the number? ഇത് കുറച്ചുകൂടി ടെസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താ ചോദ്യം? ഒരു നമ്പറിൻ്റെ കൂടെ 264 കൂട്ടിയപ്പോൾ എത്രയായി മാറി? 452 ആയി മാറി. എങ്കിൽ ആ കൂട്ടിയ നമ്പർ എത്രയെന്നാ ചോദ്യം. ജസ്റ്റ് മനസ്സിലാവാൻ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ലോജിക്കലി എഴുതി കാണിച്ചു തരാം. 264 ആഡഡ് ടു എ നമ്പർ. അപ്പോൾ ആ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്തു? ആ നമ്പർ നമ്മൾ ലെറ്റ് ദ നമ്പർ, അറിയാൻ പാടാത്ത നമ്പർ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള നമ്പറിനെ നമുക്ക് എന്ത് ചെയ്താൽ എടുക്കുക? എക്സ് ആക്കി എടുക്കുക. ലെറ്റ് ദ നമ്പർ ബി എക്സ്. ഓക്കെ, എക്സ് നമ്മുടെ ആൽഫബറ്റിലുള്ള എക്സ് ഇല്ലേ, സ്മോൾ എക്സ് ആക്കി എടുക്കുക. ലെറ്റ് ദ നമ്പർ ബി എക്സ്. ഓക്കെ, ദ നമ്പർ ഇസ് ഈക്വൽ ടു എക്സ് ചെയ്യാനും മതി. ആ എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ടൊരു ഇക്വേഷൻ പോലെ നമുക്ക് എഴുതാം. ഓക്കെ, 264 added to a number makes it 452. What is the number? ഒരു നമ്പറിന്റെ കൂടെ 264 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 452 കിട്ടി. എങ്കിൽ ആ കൂട്ടിയ നമ്പർ എത്രയാണെന്നാ ചോദ്യം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സ് ഒരു നമ്പറിന്റെ കൂടെ അല്ലേ, എക്സിന്റെ കൂടെ നമ്മൾ എത്ര ആഡ് എന്ന ചോദ്യം. എക്സിന്റെ കൂടെ 264 ആഡ് ചെയ്തപ്പോൾ 264 ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം തന്നിട്ടുണ്ട് 452. എങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഒരു ഇക്വേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് എക്സ്. ഈ എക്സിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ കൂടെ 264 ആഡ് ചെയ്തപ്പോൾ 452 കിട്ടി. എങ്കിൽ ഈ എക്സ് എത്ര? അതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ചോദ്യം വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിനെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ എക്സിന്റെ കൂടെ ഉള്ളത് ആരാണ്? 264 ആണുള്ളത്. അപ്പൊ ഈ 264നെ നമ്മൾ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ പ്ലസ് ആണ് അല്ലെ, പ്ലസ് 264 ആണ്. ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് പ്ലസ് മൈനസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എങ്ങനെ മാറും? എക്സ് ഇസ് ഈക്വൽ ടു 452. ഈ 452 ഇങ്ങനെ തന്നെ എഴുതി ഈ 264 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. കാരണം എക്സിനെ മാത്രം കണ്ടുപിടിച്ചാൽ പോരെ, ഈ നമ്പറിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഈ നമ്പറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം നിങ്ങൾ പ്ലസ് തന്നെ എഴുതി വെക്കരുത്, തെറ്റിപ്പോകും. പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആക്കി വെക്കണം, മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആക്കി വെക്കണം. ഓക്കെ, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? മൈനസ് ആയിട്ട് മാറും. അപ്പൊ 452 മൈനസ് 264 നമുക്ക് കിട്ടും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 452 മൈനസ് 264. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ ആൻസർ കിട്ടി. അപ്പൊ ജസ്റ്റ് മൈനസ് ചെയ്യാം. 452 മൈനസ് 264. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ നമുക്ക്. ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇന്നത്തെ പോർഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാളെ നമുക്ക് ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഉണ്ട്, അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മൾ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാനായിട്ട് 2 4 പോവോ? ഇല്ല. അപ്പൊ 12 മൈനസ് 4 8 അല്ലേ? ഇവിടെ 5 6 ആണുള്ളത്. പക്ഷെ ഇവിടെ 12 എടുത്തതിന് കാരണം ഈ 5 മാറി 4 ആവും. 4 6 പോവോ? ഇല്ല, 4 6 പോവില്ല. അപ്പൊ വീണ്ടും ഇത് 14 ആക്കി. 14ഉം 6ഉം എന്ത് തന്നെ വരും? 8 തന്നെ വരും. 14 മൈനസ് 6 8 തന്നെ വന്നു. ഇനി ഇവിടെ 4 മാറ്റി എന്താക്കണം? 3 ആക്കണം. 3 മൈനസ് 2 1. അപ്പൊ എന്താ ഉത്തരം? 188. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് നമ്പറിന്റെ കൂടെ 264 ആഡ് ചെയ്തപ്പോഴാണ് 452 കിട്ടിയത്? 188ന്റെ കൂടെ 264 ആഡ് ചെയ്തപ്പോഴാണ് 452 കിട്ടിയത്. നമുക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് മതി? ഈ എക്സിന്റെ സ്ഥലത്ത് നമുക്ക് ഈ 188 ഇട്ട് നോക്കാം. അത് കമ്പൽസറി അല്ല. നിങ്ങൾക്ക് ഇനി കിട്ടിയ ഉത്തരം ശരിയാണെന്ന് അറിയാനായിട്ട് നമുക്കൊരു ട്രിക്ക് കൊണ്ടുണ്ട്. ഈ എക്സിന്റെ സ്ഥലത്ത് 188 ഇട്ട് നോക്കിയിട്ട് പ്ലസ് 264 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? 452 കിട്ടണോ നോക്കാം. 12 2 റിമൈൻഡർ 1 15 5 റിമൈൻഡർ 1 2 3 4 ആണ് 452. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തു, നമ്മുടെ ഉത്തരം എക്സ് എന്ന് പറയുന്നത് 188 കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളിവിടെ ഇങ്ങനത്തെ വരുന്ന ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല. എക്സ് കിട്ടിയത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എക്സ് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉത്തരം ഇവിടെ കിട്ടണോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പ്രോബ്ലം കണ്ടു. നമുക്ക് ഇനി അടുത്തൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. അടുത്ത പ്രോബ്ലം എന്താണെന്ന് നോക്കിയേ.
198 subtracted from a number makes it 163. What is the number? നേരത്തെ ചെയ്ത മാതിരി തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ ചെയ്തത് ഇപ്പോൾ ചെയ്തത് ഇവിടെ അഡീഷൻ ആണ്, ഇപ്പോൾ പറയുന്നത് സബ്ട്രാക്ഷൻ ആണ്. ഓക്കെ, ഒരു നമ്പറിൽ നിന്ന് 68 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? സോറി, 68 അല്ല, ഒരു നമ്പറിൽ നിന്ന് 198 കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 163 ആണ്. എങ്കിൽ ആ നമ്പർ ഏത് നമ്പറിൽ നിന്നാണ് നമ്മൾ 198 കുറച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന നമ്പർ അല്ലേ കണ്ടുപിടിക്കാനുള്ള, ആ നമ്പറിനെ എക്സ് ആക്കി തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, ആ നമ്പർ എക്സ് ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യന് അനുസരിച്ച് ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. ഓക്കെ, ഒരു നമ്പറിൽ നിന്ന് എത്ര കുറച്ചു? നമ്മൾ 198 കുറച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻ അതെ, ആ ഒരു നമ്പറിൽ നിന്ന് അങ്ങനെ കുറച്ചു എന്ന് മനസ്സിലായത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചേ. 198 സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ എന്നാണ് അല്ലേ. അപ്പൊ സബ്ട്രാക്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അവിടെ ചിഹ്നം മൈനസ് ആണ്. ഒരു നമ്പറിൽ നിന്ന് 198 കുറച്ചപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 163 കിട്ടി. 163 എങ്കിൽ ആ നമ്പർ എത്ര? എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഈ -198 നമുക്ക് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകണം, ഈ 163 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്താ വ്യത്യാസം വരാം? നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ പ്ലസ് ഇപ്പുറത്തേക്ക് പോയപ്പോൾ മൈനസ് ആയി അല്ലേ. ഇവിടെ ആണെങ്കിൽ മൈനസ് ആണ്, അതുകൊണ്ട് തന്നെ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. അത് ഓർക്കുക, മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും, പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി? 163 -198 അല്ലേ. -198 നമ്മൾ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് എടുത്തു, അപ്പൊ എന്തായി മാറി? +198 ആയിട്ട് മാറി. അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഇസ് ഈക്വൽ ടു 163 + 198. എന്ത് വരുന്നു? 11 1 റിമൈൻഡർ 1 16 6 റിമൈൻഡർ 1 3 361 നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, 361. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 361 ആണ്. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ എക്സിന് 361 ഇട്ട് കൊടുക്കുക. -198 ചെയ്യുമ്പോൾ 163 കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 361 - 198. ഈ ചെക്ക് ചെയ്യൽ കമ്പൽസറി അല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം നിങ്ങൾക്ക് സംശയമുണ്ട്, ശരിയാണോ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞത് നമുക്ക് ഉറപ്പിക്കാം ശരിയാണെന്ന്. ഓക്കെ, 11 ന്ന് 8 പോയി കഴിഞ്ഞാൽ 3. ഓക്കെ, 5 ന്ന് 9 പോവില്ല, 15 ന്ന് 9 പോയി കഴിഞ്ഞാൽ 6. ഓക്കെ, 2 - 1 1 163 ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള 163 നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അധികം ഞാൻ ജസ്റ്റ് ഒരു അരമണിക്കൂറിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാ ദിവസം. അത് കൂടുതലെടുത്താൽ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് അരമണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും കാണുള്ളൂ. ഓക്കെ, അപ്പോൾ എടുക്കുന്ന ക്ലാസ്സുകൾ തന്നെ നോട്ടിലേക്ക് എഴുതാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര ഒരു എക്സസൈസ് എടുത്തു അല്ലേ, അഡീഷൻ സബ്ട്രാക്ഷൻ എന്നൊരു എക്സസൈസ് എടുത്തു. അപ്പോൾ അത് ക്വസ്റ്റ്യൻ എഴുതാം, ഉത്തരം എഴുതാം കേട്ടോ. അപ്പോൾ ആദ്യം ക്ലാസ് കാണാം, ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്ത് ഓഡിയോ മെസ്സേജ് ആയിട്ട് അയച്ചാലും മതി. ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തിരിച്ചു അയക്കാം കേട്ടോ. സംശയം ചോദിക്കാതിരിക്കരുത്. ഇനി അതേപോലെ ക്ലാസ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം, സ്പീഡ് കൂടുതലുണ്ട് അല്ലെങ്കിൽ സ്പീഡ് കുറവാണ് അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കാണാത്തതുകൊണ്ട് എനിക്ക് ആ ലെവൽ നിങ്ങൾ എത്ര ലെവലാണെന്ന് എനിക്ക് അറിയില്ല കാണാത്തതുകൊണ്ടേ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ആചാര ക്ലാസ്സിൽ വരുത്താം കേട്ടോ. താങ്ക് യു.